പ്രേമ, ഈ അല്പം സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ചാണ്. ഈ സെമി ക്രയോജനിക് എൻജിൻ, ഈ സെമി ക്രയോജനിക് എൻജിൻ തുടക്ക നാളുകളിൽ നമുക്ക് ലഭ്യമായിരുന്നില്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് സെമി ക്രയോജനിക് എൻജിനുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം നമ്മൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു പറയുന്നത്. എന്താണ് ഈ സെമി ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത്? അതിൽ ചോദ്യത്തിലൊരു പെശമുണ്ടെങ്കിൽ ഞാനത് വിശദീകരിച്ച് തരാം. ഈ സെമി ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ക്രയോജനിക് എൻജിൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇനിയിപ്പോൾ ഈ സെമി ക്രയോജനിക് എൻജിൻ അത് ഇപ്പോൾ വാർത്തയാകാനുള്ള കാരണം ISROയുടെ കീഴിൽ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം നടന്നു. സെമി ക്രയോജനിക് എൻജിൻ്റെ 8ാമത് പരീക്ഷണം, വിക്ഷേപണമല്ല പരീക്ഷണം, അതായത് അതിൻ്റെ ഹോട്ട് ടെസ്റ്റ് എന്ന് പറയും, അതായത് ജ്വലിപ്പിച്ചുകൊണ്ടുള്ള പരീക്ഷണം. അപ്പോൾ അതിൽ 175 ടൺ വരെ അതിൻ്റെ ത്രസ്റ്റ് ലെവല് നമുക്ക് അളക്കാൻ പറ്റി. ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ആ തള്ളിനെയാണ് പറയുക. അപ്പോൾ 175 ടൺ വരെ നമ്മൾ പരീക്ഷിച്ചു. അതായത് അതിൻ്റെ മൊത്തം ശേഷിയുടെ 88% വരെ ഓക്കെയാണ്. നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നത് 200 ടണ്ണാണ് ഇതിൻ്റെ ശേഷിയായിട്ട് പ്രതീക്ഷിക്കുന്നത്. 200 ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന അളവിലേക്ക് തുടർ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ അത് പൂർണ്ണ വിജയമായി എന്ന് പറയാം. ഇതുവരെയുള്ള ഓരോ ഘട്ടം, ഇത് 8ാം ഘട്ടം വരെ വിജയകരമായി എന്നുള്ളതാണ് ISRO മനസ്സിലാക്കി വെക്കുന്നത്. ഇനി ഈ സെമി ക്രയോജനിക് എൻജിൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആദ്യം എന്താണ് ക്രയോജനിക് എൻജിൻ എന്ന് പറയാം. റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ റോക്കറ്റിൻ്റെ ജ്വലനം നടപ്പിലാക്കുന്ന ആ എൻജിനാണ് ക്രയോജനിക് എൻജിൻ. മുൻകാലങ്ങളിൽ ഇത് അമേരിക്കയുടെ ഒരു കുത്തകയായിരുന്നു ഈ റോക്കറ്റിൻ്റെ ഈ എൻജിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 1963 തുമ്പയിൽ നടന്ന റോക്കറ്റ് വിക്ഷേപണം നമുക്കറിയാം. ഒരു സൗണ്ടിങ് റോക്കറ്റ്, അതും നമ്മുടെ സ്വന്തം ആയിരുന്നില്ല, വെറും 7 കിലോ മാത്രം ഉണ്ടായിരുന്ന ഒരു സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. നമുക്ക് അന്നത്തെ കാലത്ത് ഈ സ്പേസ് സയൻസിൽ 2 ലീഡേഴ്സേ ഉള്ളൂ. ഒന്ന് അമേരിക്ക, ഒന്ന് റഷ്യ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ. ഇവരിൽ ആരുടെയെങ്കിലും സഹായമില്ല നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വിദേശ സഹായം അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഒരു റോക്കറ്റാണ് നമ്മൾ ആദ്യമായിട്ട് വിക്ഷേപിച്ചത്. അപ്പോൾ നമുക്ക് GSLV, ജിയോ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. നമ്മുടെ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് കുറെ കൂടി ശേഷിയുള്ള റോക്കറ്റുകൾ വിക്ഷേപിച്ചേ പറ്റും. അപ്പോൾ അത് റോക്കറ്റുകളൊക്കെ ഇവിടെ സ്വന്തമായി നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ട ഒരു റോക്കറ്റ് എൻജിൻ, ക്രയോജനിക് എൻജിൻ വേണം. അപ്പം നമുക്ക് ആ കാലഘട്ടത്തിൽ ആ റോക്കറ്റ് സ്വന്തമായി നിർമ്മിക്കാനായിട്ട് നമുക്ക് വകുപ്പില്ല, നമുക്ക് അതിനുള്ള സംവിധാനമില്ല. അപ്പം നമ്മൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു, നമുക്ക് ക്രയോജനിക് എൻജിൻ സാങ്കേതിക വിദ്യ തരുമോ? അവർ നിഷേധിക്കുകയാണ് ചെയ്തത്, നമുക്ക് തന്നില്ല. അവർ ഭയപ്പെട്ടത് ഈ രംഗത്ത് ഇന്ത്യയുടെ വളർച്ച വളരെ വേഗമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന അമേരിക്ക, റഷ്യ മാത്രമാണ്. അപ്പൊ ഇന്ത്യ അതിവേഗം കുതിച്ചു വരുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഈ സാറ്റലൈറ്റ് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടും എന്നവർ ഭയന്നു. അപ്പോൾ അമേരിക്ക പിൻവാങ്ങി നിന്നപ്പോൾ നമുക്ക് അടുത്ത സമീപിക്കാൻ പറ്റുന്ന റഷ്യയാണ്. അപ്പൊ റഷ്യയോട് നമ്മൾ ആവശ്യപ്പെട്ടു, നമുക്ക് ഈ ക്രയോജനിക് എൻജിൻ തരാമോ? അവർ തരാൻ തയ്യാറുമായി, 91 തരാൻ തയ്യാറായി. പക്ഷെ അമേരിക്ക ശക്തമായി അതിനെ എതിർത്തു. അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉപരോധം പ്രഖ്യാപിക്കുമെന്നുള്ള ഭീഷണിയും വന്നു. അപ്പോൾ റഷ്യയും ആ സാങ്കേതിക വിദ്യ തരാനായിട്ട് ഇതിന്റെ പേരിൽ അവർക്കും സാധിച്ചില്ല. മടിച്ചൊന്നുമില്ല റഷ്യ, ആരാമോൻ. അവര് പകരം സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. അവർ 7 ക്രയോജനിക് എൻജിൻ ഇങ്ങ് തന്നു. മനസ്സിലായി. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാം. അപ്പോൾ ISRO എന്ത് ചെയ്തു ഈ കാര്യത്തിൽ? അതായത് ഒരെണ്ണം സ്വന്തമായി ഉണ്ടാക്കുന്നതിനാണ് സാങ്കേതിക വിദ്യ വേണ്ടത്. ഒരെണ്ണം ഉപയോഗിക്കാൻ തരുന്നതിന് ആ പ്രശ്നമില്ല. അപ്പൊ അവരിങ്ങ് തന്നു. അപ്പോൾ ISROയിലെ ചില ചേട്ടന്മാരെ എന്ത് ചെയ്തു, ഈ ക്രയോജനിക് എൻജിൻ അങ്ങ് എടുത്തുകൊണ്ട് പോയി പഠനം തുടങ്ങി. അങ്ങനെ അതിന്റെ ഡിറ്റോ കോപ്പി ഉണ്ടാക്കിയാണ് നമ്മൾ ഈ ക്രയോജനിക് എൻജിൻ സാങ്കേതിക വിദ്യയിൽ നമ്മൾ നമ്മുടേതായ ഒരു നിലനിൽപ്പിലേക്ക് വന്നത്. പക്ഷെ സുഖകരമായിരുന്നില്ല കാര്യം. ആദ്യത്തെ വിക്ഷേപണം പറയുകയാണെങ്കിൽ അപ്പൊ സുഖകരമായിരുന്നില്ല ഇതിന്റെ ആദ്യത്തെ 2010 ആദ്യ വിക്ഷേപണം GSLV D5 എന്ന് പറയുന്ന ഒരു റോക്കറ്റാണ് നമ്മൾ വിക്ഷേപിച്ചത്, പരാജയപ്പെട്ടു. പിന്നീട് നമ്മൾ ഇതിൽ വികസിപ്പിച്ചെടുത്തിട്ട് CE 7.5 എന്ന ഒരു റോക്കറ്റ് എൻജിൻ നമ്മളായിട്ട് തന്നെ വികസിപ്പിച്ചെടുത്തു. ഇപ്പം ഇന്ത്യയിലെ LVM എന്ന് പറയുന്ന റോക്കറ്റ്, അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോക്കറ്റാണ്. നമ്മൾ ബാഹുബലി എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുക. നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തിനടക്കം ഉപയോഗിക്കുന്ന റോക്കറ്റാണ്.
അപ്പോൾ ഈ LVM Mark 3 പോലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഈ CE എന്ന് പറയുന്ന ക്രയോജനിക് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അമേരിക്ക നേരത്തെ ഈ പറയുന്ന റോക്കറ്റ് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് തരാൻ വിസമ്മതിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അവർ ആശങ്കപ്പെട്ടത് ഇന്ത്യക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കും, ആയുധം ഉണ്ടാക്കും. കാര്യം മെക്കാനിസം ഏതാണ്ട് സെയിം ആണ്. ഇതേ സാങ്കേതിക വിദ്യ സൈന്യത്തിന് കൊടുത്താൽ അത് മിസൈലാകും, ഇതേ സാങ്കേതിക ശാസ്ത്രജ്ഞർക്ക് കൊടുത്താൽ അത് റോക്കറ്റ് ആകും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതും പറഞ്ഞുകൊണ്ടാണ് ഇവർ നിഷേധിച്ചത്. ഏതായാലും ഇന്ത്യ റഷ്യയുടെ ആ കാർബൺ കോപ്പി വെച്ചുകൊണ്ട് റഷ്യ തന്ന ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തമായിട്ട് റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ ഈ ക്രയോജനിക് എഞ്ചിൻ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ഈ ക്രയോജനിക് എഞ്ചിൻ, എന്താണ് സെമി ക്രയോജനിക് എഞ്ചിൻ, വ്യത്യാസം മനസ്സിലാക്കണം. ഈ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവീകൃത ഹൈഡ്രജൻ, ദ്രവീകൃത ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ജ്വലിപ്പിക്കാൻ സഹായിക്കുന്നതും മറ്റത് ഇന്ധനവും. അപ്പോ ഈ ഹൈഡ്രജൻ ദ്രവീകൃത രൂപത്തിൽ ഏതാണ്ട് -183°C ഹൈഡ്രജനെ -253°C ഓക്സിജനെ -183°C തണുപ്പിച്ചാണ് ഒരു ക്രയോജനിക് എഞ്ചിനിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഇത്ര വലിയൊരു വലിയൊരു ഭീമൻ ടാങ്ക് ഒക്കെ ഇതിന് വേണ്ടി വരും. പിന്നെ ഇത് തണുപ്പിച്ച അവസ്ഥയിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ സാങ്കേതിക സംവിധാനങ്ങൾ ഇതിന് സംയോജിപ്പിക്കേണ്ടി വരും. അപ്പോൾ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു റോക്കറ്റിന് അത്യാവശ്യം വലിപ്പം കൂടുതലായിരിക്കും. ഈ ദ്രവീകൃതം എന്ന് പറയുമ്പോൾ ദ്രാവക രൂപത്തിൽ. എന്നാൽ സെമി ക്രയോജനിക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ക്രയോജനിക് റോക്കറ്റിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിന്റെ ഒരു ഭാഗം മാത്രമേ, ഇന്ധനത്തിന്റെ ഒരു ഭാഗം, അതായത് ഓക്സിജൻ മാത്രമേ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് പ്യൂരിഫൈ ചെയ്ത മണ്ണെണ്ണയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മണ്ണെണ്ണ കുറെ കൂടി ചെറിയ അളവിൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയ ഒരു ടാങ്ക് മതി. ഓക്സിജൻ പഴയ അളവിൽ തന്നെ വേണം. അപ്പോൾ വലിപ്പം കുറച്ചുകൂടി കുറയും. പിന്നെ ഈ ക്രയോജനിക് എഞ്ചിന്റെ ത്രസ്റ്റ്, നിലവിൽ നമ്മുടെ കയ്യിലുള്ളതിന്റെ ത്രസ്റ്റ് 80 ടണ്ണാണ്. അപ്പോൾ അതിന്റെ മുമ്പോട്ടുള്ള തള്ള് അത് കുറെ കൂടി എഫക്റ്റീവ് ആണെങ്കിലും ഈ എടുത്തു പൊക്കിക്കൊണ്ട് പോകാനുള്ള ശേഷി താരതമ്യേന ഈ സെമി ക്രയോജനിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഈ സെമി ക്രയോജനിക്ക് 200 ടൺ വരെയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നിലവിലുള്ള ക്രയോജനിക്കിന് 80 ടൺ വരെ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ ബാഹുബലി റോക്കറ്റ് എന്ന് പറഞ്ഞല്ലോ ഞാൻ, LVM Mark 3, അത് വിക്ഷേപിക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഒരു വലിയൊരു റോക്കറ്റും സൈഡിലായിട്ട് 2 മസിൽ പോലെ സൈഡിൽ 2 ചെറിയ സാധനങ്ങൾ, ചെറുതൊന്നും അല്ല, നല്ല അത്യാവശ്യം വലിപ്പമുള്ള, അതിന് ബൂസ്റ്റർ റോക്കറ്റ് എന്നാ പറയുക. അപ്പൊ ഈ ക്രയോജനിക് എഞ്ചിന്, അതെ ക്രയോജനിക് എഞ്ചിന് ഈ എടുത്തുകൊണ്ട് പൊങ്ങി പോകാനുള്ള ആ ത്രസ്റ്റ് കുറവായതുകൊണ്ട് ഈ ബൂസ്റ്റർ റോക്കറ്റും കൂടി ഒരേ സമയം കത്തിച്ചിട്ടാണ് ഇപ്പോൾ ആ വിക്ഷേപണം നടക്കുന്നത്. ഇനി സെമി ക്രയോജനിക് എഞ്ചിലോട്ട് വരുമ്പോൾ ഈ ത്രസ്റ്റ് കൂടുതലായതുകൊണ്ട് ഈ ബൂസ്റ്റർ റോക്കറ്റുകളുടെ പണി വളരെ കുറവായിരിക്കും. അത്രയ്ക്ക് തള്ളു വേണ്ട, ഇവൻ സ്വയം തള്ളും. എങ്കിലും ബൂസ്റ്റർ റോക്കറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ ചെറുതു മതി, കുറച്ചുകൂടി നമുക്ക് സമയം ലാഭമുണ്ട്. ഇനി പറയുന്നത് ക്രയോജനിക് എഞ്ചിനിൽ നിന്ന് സെമി ക്രയോജനിലേക്ക് മാറുമ്പോൾ മൊത്തം ചെലവിൽ 30% ചെലവ് കുറയ്ക്കാം എന്നുകൂടി പറയുന്നു. ഇനി ഏറ്റവും പ്രധാനം ഇതൊന്നുമല്ല, ഈ സെമി ക്രയോജനിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു 200 ടൺ ആണ് അതിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ വാഹക ശേഷി വല്ലാണ്ടങ്ങ് കൂടും. നമ്മുടെ ഈ ബാഹുബലി റോക്കറ്റിന് പോലും കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പൊ ഈ റോക്കറ്റിന്റെ എഞ്ചിൻ അങ്ങ് മാറുമ്പോൾ ഇതിന്റെ വഹിക്കാവുന്ന ശേഷി, അതായത് ഭാരം വഹിക്കാനുള്ള ശേഷി കൂടും. അതായത് നമ്മൾ ഏറ്റവും സുപ്രധാന സാറ്റലൈറ്റുകൾ വിന്യസിക്കുന്നത് ജിയോ സിങ്ക്രണൈസ്ഡ് എന്ന് പറയുന്ന ഓർബിറ്റിലാണ്. അതായത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 35,000 കിലോമീറ്ററിന് മുകളിൽ. നമ്മുടെ ബഹിരാകാശം എന്ന് പറയുന്ന 400 കിലോമീറ്റർ കഴിഞ്ഞാൽ ബഹിരാകാശമാണ്. ഞാൻ ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റുകൾ 35,000 കിലോമീറ്റർ വരെയാണ്. അപ്പൊ അത്രയും ദൂരം വരെ 10 ടൺ വരെ വരുന്ന സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ നമ്മുടെ ഈ സെമി ക്രയോജനിക് എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ സാധിക്കും. അതാണ് ഈ പറയുന്ന പുതിയ സാങ്കേതിക വിദ്യയിലൂടെ കടക്കുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇങ്ങനൊരു വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര പാടുപെട്ട് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരവുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ISROയുടെ ചെയർമാൻ V. നാരായണൻ അദ്ദേഹം ഒരു പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ISRO ലക്ഷ്യമിടുന്ന ചില സംഗതികൾ. നമ്മുടെ ഗഗൻയാൻ ദൗത്യം ഉണ്ടല്ലോ,
അപ്പോൾ അതിൻ്റെ ആളില്ലാ വിക്ഷേപണം ഉടനെ ഈ വർഷം അവസാനം നിശ്ചയിച്ചിരിക്കുകയാണ്. അത് സക്സസ് ആയി കഴിഞ്ഞാൽ വലിയ താമസമില്ലാണ്ട് ഇതിനെ ഹ്യൂമൻ റേറ്റിംഗിലോട്ട് മാറ്റും. നമ്മുടെ നിലവിലുള്ള LVM Mark 3 റോക്കറ്റ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നതെങ്കിലും മനുഷ്യർ യാത്ര ചെയ്യുന്ന അവസ്ഥയിലോട്ട് മാറ്റുന്നത് കൊണ്ട് അതിന് ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തണം. അപ്പോൾ ആ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയിട്ട് അടുത്ത വർഷം തന്നെ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം പൂർത്തിയാക്കാൻ ഇന്ത്യ പദ്ധതി ഇടുന്നുണ്ട്. കൂടാതെ ചന്ദ്രയാൻ 4, അതായത് ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് വരാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ചന്ദ്രയാൻ 5 അത് ജപ്പാനുമായിട്ട് സഹകരിച്ചാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ചന്ദ്രയാൻ ദൗത്യങ്ങളുടെ ഭാഗമായിട്ട് അവിടെ ഉപയോഗിച്ച റോവറിന് 225 കിലോ ഭാരം ഉണ്ടായിരുന്നുള്ളൂ. 14 ദിവസമായിരുന്നു അതിൻ്റെ ആയുസ്. അപ്പോൾ ജപ്പാനുമായിട്ട് സഹകരിച്ച് ചെയ്യാൻ പോകുന്നതിന് 350 കിലോ ഭാരവും അതിൻ്റെ സമയം 100 ദിവസത്തേക്കും കൂടി പദ്ധതി ഇടുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ സ്വന്തമായ ഒരു സ്പേസ് സ്റ്റേഷൻ 2035 തയ്യാറാക്കാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട്. ഇന്ത്യക്കാരായ മനുഷ്യർ 2040 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യും എന്നുള്ളതുകൂടി പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വമ്പൻ പദ്ധതികൾ ISRO ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെ സ്വപ്നം കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിന് പോകാനായിട്ടുള്ള മാർഗവും കൂടി വേണമല്ലോ. അപ്പം നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ചന്ദ്രദൗത്യമൊക്കെ എത്രത്തോളം സാധ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ അതിനുവേണ്ട കൂറ്റൻ സാമഗ്രികൾ അവിടെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന സാങ്കേതിക വിദ്യയായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയണം, ഒരു കാലത്ത് ഈ ക്രയോജനിക് എഞ്ചിൻ എന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നിഷേധിച്ചിരുന്നതാണ്. അതിൽ നമ്മൾ സ്വന്തമായി ഇത്തിരി ഉടായ്പ പരിപാടിയാണെങ്കിൽ കൂടി റഷ്യയുടെ ആ റോക്കറ്റ് ആ എഞ്ചിൻ നോക്കി പഠിച്ചിട്ടാണെങ്കിൽ കൂടി നമ്മളത് സാധ്യമാക്കി. ഇപ്പോൾ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് ലോകത്ത് 3 രാജ്യങ്ങൾക്കേ അതുള്ളൂ. ഒന്ന് അമേരിക്ക, ഒന്ന് റഷ്യ, ഒന്ന് ചൈന. അത് കഴിഞ്ഞാൽ ആ പരിപാടി വിജയകരമായി ഇപ്പോൾ പൂർത്തിയാക്കിയാൽ അതും ഇന്ത്യക്കാണ്. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടും പുറത്തുള്ളവർ ചോദിക്കുമായിരുന്നു, ഈ ആകാശത്തോട്ട് റോക്കറ്റ് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിണി മാറുമോ, ഇങ്ങനെ ചോദിക്കും. പക്ഷേ ഇപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൃഷിയുടെ കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി, നമ്മൾ വിന്യസിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് എന്തുമാത്രം കാലാവസ്ഥ കൃത്യമായ പ്രവചനങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതം സുഗമമാകുന്നുണ്ടോ നമുക്ക് നേരിട്ടറിയാം. അപ്പോൾ വരും കാലത്ത് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്ന് സ്പേസ് സയൻസ് വഴിയായിരിക്കും. കാരണം എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാനോ സാറ്റലൈറ്റുകൾ വിന്യസിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയോ സാങ്കേതിക വൈദഗ്ധ്യമോ ഉണ്ടാകില്ല. അതെ. അപ്പൊ അത്തരം രാജ്യങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വിശ്വസനീയമായ രാജ്യം എന്ന നിലയിൽ പരിഗണിക്കപ്പെടാവുന്ന ഒന്നാമത്തെ പേരുകാരൻ ഇന്ത്യയാണ്. അതുകൊണ്ട് ISROയ്ക്ക് വമ്പൻ സാമ്പത്തിക നേട്ടം വരും കാലങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ഉള്ള രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യ ഈ ആളുകളെ ബഹിരാകാശത്തേക്ക് നമ്മൾ 4 പേര് ബഹിരാകാശത്ത് പോയിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, പോയിട്ട് അവിടെ എല്ലാം കണ്ട് തിരിച്ചു വരാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച്. പക്ഷേ അതുകൊണ്ട് ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്, നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും വിശ്വസ്തരായ ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയെ പരിഗണിക്കൂ എന്നുള്ളൊരു കൃത്യമായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇനി ISRO ചെയർമാൻ പറഞ്ഞൊരു കണക്ക് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതുവരെ ISRO 105 വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട്, വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട്. അതുവഴി 135 സാറ്റലൈറ്റുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബഹിരാകാശത്ത് നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനി 135 സാറ്റലൈറ്റുകൾ എത്തിച്ചിട്ടുണ്ട്. അതിൽ എത്ര ഇവിടെ പ്രവർത്തന സജ്ജമാണ് അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ 34 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 434 സാറ്റലൈറ്റുകൾ നമ്മൾ ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനു വേണ്ടിയിട്ട് ഇത് ISRO ഒറ്റയ്ക്ക് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയല്ല. അതിനുവേണ്ടി പല ഘടകങ്ങൾ ഇന്ത്യയിൽ 450ഓളം വ്യവസായശാലകൾ ISROയുടെ കീഴിൽ അല്ലെങ്കിൽ ISROയ്ക്ക് വേണ്ടി ആ ദൗത്യം ചെയ്യുന്നു. 400ഓളം സ്റ്റാർട്ടപ്പുകൾ, 130ഓളം അക്കാഡമിക് സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം ISROയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു നെറ്റ്വർക്കിൻ്റെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ ഇപ്പോൾ അതിൻ്റെ പരീക്ഷണം 8ാം ഘട്ട പരീക്ഷണം വിജയകരമായി. വലിയ താമസമില്ലാണ്ട് അതിനെക്കുറിച്ചുള്ള നല്ല വാർത്തകളും കേൾക്കാം.